ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എങ്ങനെയായിരിക്കണം? ആ രാജ്യത്തെ ജനങ്ങളോട് ഏത് രീതിയിൽ കൂറു പുലർത്തണം? ആ രാജ്യത്തെ മനുഷ്യരെ ഏത് രീതിയിൽ സ്നേഹിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമുണ്ട്, അങ്ങ് അറബ് ലോകത്തെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് പറയാൻ. അതെ, ദുബായ് രാജാവായിട്ടുള്ള മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മാതൃകയാണ്, കൈയടിക്കുകയാണ്. പ്രവാസികള് ആർജവത്തോടെ ശക്തിയോടെ വിളിച്ചു പറയുകയാണ്, നിങ്ങളാണ് ഈ ലോകം കണ്ട മികച്ച ഭരണാധികാരികളിൽ ഒരാളെന്ന്. കാരണം ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ രാജ്യത്തെ പൗരന്മാരെ മാത്രമല്ല, ആ രാജ്യത്ത് ജീവിക്കുന്ന 1 കോടിയോളം വരുന്ന പ്രവാസികളോട് ആ രാജ്യത്തെ ഭരണാധികാരി പറയുകയാണ്, വിഷമിക്കരുത്, കൂടെയുണ്ട് ഞങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് ഞങ്ങൾ നിങ്ങളുടെ റൂമുകളിലേക്ക് എത്തിച്ചു തരും. ഒരു മഹാ പ്രൊജക്ട് തന്നെ കൊണ്ടുവരുന്നു. 10 മില്യൺ ഫുഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ദുബായ് ഭരണാധികാരിയുടെ കീഴിൽ ആ രാജ്യത്ത് നടപ്പിൽ വരുന്നു. UAE അത്ഭുതത്തോടു കൂടി ആ പ്രൊജക്ടിനെ നോക്കിക്കാണുന്നു. UAEയിലുള്ള പ്രവാസികൾ പറയുന്നു, ഞങ്ങളുടെ സ്വന്തം രാജ്യത്തുള്ള ഭരണാധികാരികൾക്ക് പോലും ഇല്ലാത്ത കൂറ് നിങ്ങൾ പുലർത്തുന്നു എന്ന്. അതെ, തിരിച്ചറിഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കുന്ന, മനസ്സിനകത്ത് നന്മയുള്ള ഭരണാധികാരികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ്. അതെ, 1 കോടി പ്രവാസികൾക്ക് അവരുടെ ആവശ്യ സാധനങ്ങൾ നൽകുന്നു. ആ ആവശ്യ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പേരിന് വേണ്ടിയിട്ടല്ല നൽകുന്നത്. ദിവസങ്ങളോളം ഒരു മനുഷ്യന് വയറ് നിറച്ച് കഴിക്കാനുള്ള, ജീവിക്കാനുള്ള കൃത്യമായ രീതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഓരോ പ്രവാസിയുടെയും റൂമുകളിലേക്ക് ആ ഭരണാധികാരിയുടെ കീഴിലുള്ള പ്രവർത്തകരും അധികാരികളും എത്തിച്ചു കൊടുക്കുന്നുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓരോ സാധനങ്ങളും അവർക്ക് കൊടുത്തിട്ടുള്ള ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിങ്ങൾ ജീവിച്ചുകൊള്ളുക, നിങ്ങളാരും പട്ടിണി കിടക്കരുത് എന്നുള്ള മഹത്തായ ആ ഒരു നീക്കം ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്തു കൊടുത്ത് ആ ഭരണാധികാരിക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ആ രാജ്യത്ത് പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതെ, ഒരുപാട് സംഘടനകള് ദുബായിയുടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് കലാ ദുബായ് എന്ന് പറയുന്ന സംഘടന. ദുബായിലെ ചില പ്രദേശങ്ങളിലേക്ക് ഈ 10 മില്യൺ ഫുഡ് എന്ന് പറയുന്ന ദുബായ് ഭരണാധികാരിയുടെ പ്രൊജക്ടിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ദുബായിലെ ചില പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നത് ഇവരാണ്. കലാ ദുബായിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള TP അഷ്റഫ്, അതിന്റെ ജനറൽ സെക്രട്ടറി അഷ്റഫ് തൽശ്ശേരി, വൈസ് പ്രസിഡന്റ് അർഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ദുബായിലെ ചില പ്രദേശങ്ങളിലേക്ക് ഭരണാധികാരിയുടെ ഈ പ്രൊജക്റ്റിലെ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയുണ്ടായി. കലാ ദുബായ് വേറിട്ട പ്രവർത്തനത്തിലൂടെ ദുബായ് രാജാവിന്റെ ഈ പ്രഖ്യാപനം ഏറ്റുപിടിച്ച് സന്നദ്ധ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതേ മാതൃകയിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളും ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തുമ്പോൾ, കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഇതൊക്കെ എത്തേണ്ട ആളുകളുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് വിളിച്ചു പറയാൻ വേണ്ടി പറ്റും, ഇതുപോലെയുള്ള ഭരണാധികാരികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് വരണം എന്ന്. 1 കോടി ആളുകൾക്ക് എത്ര ചിലവ് വരും? 1 കോടിയോളം ആളുകൾക്ക് വളരെ ക്വാളിറ്റിയുള്ള, ദിവസങ്ങളോളം കഴിയാനുള്ള ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ചിലവ് വരും? അതൊക്കെ വഹിച്ചുകൊണ്ട്, അതല്ല പ്രശ്നം, പണമല്ല പ്രശ്നം, ജീവനുകളാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ദുബായിലെ ഭരണാധികാരികൾ മുന്നോട്ട് വരുമ്പോൾ നമുക്കൊക്കെ കൈയടിക്കാം. ആ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ രാജ്യക്കാരായിട്ടുള്ള, അഥവാ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ ആ രാജ്യത്ത് ഇനി ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും, ഇനി ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും, കൊറോണയല്ല അതിനപ്പുറമുള്ള മഹാമാരി വന്നു കഴിഞ്ഞാലും അവരൊക്കെ അവിടെ പട്ടിണി കിടക്കുകയില്ല എന്ന് നമുക്ക് വിളിച്ചു പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇത് കൃത്യമായ രീതിയിൽ സന്നദ്ധ സേവന രംഗത്തുള്ള
സന്നദ്ധ സംഘടനകൾ ഏറ്റുപിടിച്ച് കൃത്യമായ ഇടപെടൽ നടത്തുമ്പോൾ അതിൽ വ്യത്യസ്തമാവുകയാണ് കലാദുബായ് എന്ന് പറയുമ്പോൾ ദുബായിയുടെ സാംസ്കാരിക രംഗത്ത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ കൊറോണ കാലത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അവരുടെ പ്രവർത്തന മികവിനെ കുറിച്ച് ഇതിനു മുൻപുള്ള ഒരു റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. എന്തായാലും സന്നദ്ധ സേവന രംഗത്ത് ഇവരൊക്കെ കൂടുമ്പോൾ ദുബായിലെ പ്രവാസികൾ സന്തുഷ്ടരാണ്, സമാധാനത്തിലാണ്. പണമില്ല എന്നുള്ള ഒരു പ്രശ്നം അവരുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും മറിച്ച് വയറ് പട്ടിണിയാകില്ല എന്നുള്ള ആത്മവിശ്വാസം അവരുടെ മനസ്സിനകത്തുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം. ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.